വാട്സപ്പ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ വന്ന റോബ്ലോക്സ് ആണ് ഗായ്സ്. അപ്പം നമ്മൾ ഇത് ടീച്ചർ പ്രിസൺ എസ്കേപ്പ് ആണ് ഗായ്സ് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ടൊരു ഏണിയിരിപ്പുണ്ട്, അതിൻ്റെ പുറത്തോടെ കയറി നമുക്കൊരു ഇതൊക്കെ കയറിയിട്ടുണ്ടല്ലോ, അവിടെ ഒരു വെൻ്റ് ഇരിപ്പുണ്ട്, അതിൻ്റെ കൂടെ കയറണമെന്നാണ് ഗായ്സ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ ഞാൻ ഈ ഗെയിം ആദ്യമായിട്ടാണ് കളിക്കുന്നത്, അപ്പം ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും ഗൈസ്. ഞാൻ വലുതായിട്ട് കട്ട് ചെയ്തൊന്നും അല്ല ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം കുറേ ഡെഡൊക്കെ ആവും ഞാൻ, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു. അപ്പം ഞാൻ അവിടുന്ന് ഇതെന്ത് സാധനം അതുകൊട്ടെ. അപ്പം ഞാൻ അവിടുന്ന് ആ വെണ്ടി ഇറങ്ങി ഏണി കയറിയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇനി എന്ത് ചെയ്യണ്ട്, അതുകൊണ്ടല്ല അവിടുന്ന് കയറണമെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കയറാം. ഈ സ്വിച്ച് വെക്കണം, സ്വിച്ച് വെക്കണമെന്ന് തോന്നുന്നു. സ്വിച്ച് വെക്കിയപ്പോൾ ഇത് തുറന്നു വന്നു ഗൈസ്. അപ്പോൾ നമുക്കിങ്ങനെ കയറി ചാടി പോകണം അതിലേക്ക്. മുള്ളാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ലാസ്റ്റ് ട്രൈ. ഇതിലെന്തല്ല ഇത് ചെയ്തിരിക്കും ഗൈസ്, നിങ്ങൾ നോക്കിക്കോ. 2 3 യെസ് ഗൈസ്, യെസ് ഗൈസ്, യെസ് ഗൈസ്, യെസ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ പുതിയൊരു വെൻ്റ് വന്നിട്ടുണ്ട്, അതിലെ കൂടെ കയറാം. താഴോട്ട് പോയിട്ടുണ്ട്. ഇതെവിടെ സാധനം? നമ്മുടെ ടീച്ചർ കൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. നേരത്തെ തന്നെ അടിച്ച് പൊട്ടിച്ച് ഗൈസ് ടീച്ചർ. അപ്പോൾ നമുക്ക് ടീച്ചർ എന്നാണൊക്കെ ബഹളം വെച്ച് വരുന്നുണ്ട്. ഓടിക്കോ ഗൈസ്, ഓടിക്കോ കണ്ടമഴി ഓടിക്കോ ഗായ്സ്. പുറകിൽ തന്നെ ഉണ്ട് ഗൈസ് മച്ചാൻ. കിടന്ന് അലറുന്നുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം നടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇവളെ ചാടാം. അപ്പം നടന്ന് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതിലേക്കൂടെ അങ്ങോട്ട് ചാടാം. ഇച്ചിരി സീനാണ് ഗൈസ്. ഞാനിപ്പം ഈസി മോഡിട്ടാണ് കളിക്കുന്നത്. ഈ ഹാർഡ് മോഡ് കളിക്കാം. ഫസ്റ്റ് ആയതുകൊണ്ട് ഈസി മോഡിടാം, ഇനി ഹാർഡ് മോഡ് കളിക്കണം. അപ്പം ഈസി മോഡ് എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നത്, ഹാർഡ് മോഡ് എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസി മോഡൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ടീച്ചേഴ്സ് പ്രിസൺ എസ്കേപ്പൊക്കെ കളിക്കുന്നത്. നേരത്തെ ബാരീസ് മറ്റേ പ്രിസൺ എസ്കേപ്പ് കളിച്ചായിരുന്നു, മറ്റേ ജയിലിൽ. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് ഞാൻ കംപ്ലീറ്റ് ആക്കി ഫുള്ള്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതുപോലൊക്കെ തന്നെ ഏകദേശം അതിനകത്തും ഉണ്ടായിരുന്നു ഈ കുഴിക്കുന്ന സാധനമൊക്കെ. അപ്പോൾ ഗായ്സ് നമ്മളിതാ അങ്ങോട്ട് എന്തോ ഒരു ഓറഞ്ച് അതിനൊക്കെ കാണുന്നുണ്ട്, ഒരു ലൈറ്റ് പോലത്തെ. ലാവയാണ് ഗോയ്സ്. ഇതിൻ്റെ മെണ്ടക്കൂടെ ചാടി അങ്ങ് പോയേക്കാം നമുക്ക്. വേണ പിന്നെ നമ്മുടെ തല പൊടി പോലും കാണത്തില്ല. പിന്നെ ചാടി ഓടിക്കോ. നമ്മുടെ ന്യൂപ്പ് മാസ്റ്ററൊക്കെ കംപ്ലീറ്റ് ആക്കിയാണ് ഗൈസ്. ഞാൻ പുള്ളിയുടെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. അപ്പം പുള്ളിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈശിപ്പൂശി എന്നൊക്കെ പറയും ഗൈസ്. അപ്പം ഞാൻ പുള്ളിയുടെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ എനിക്കും കൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ കളിച്ചു, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇനി പറച്ചിലൊന്നുമില്ല, ഇനി ഫുൾ ഗെയിമിന് ഒരിതുമായിട്ടങ്ങ് നമുക്ക് പോവാം. അപ്പം നമ്മൾ നേരെ ഓടുവാണ് ഗൈസ്. അപ്പം ഇത് മറ്റേ സ്ഥലമാണെന്ന് തോന്നുന്നു, മറ്റേ ഗെയിമിലും ഉണ്ട്, മറ്റേ ബാരീസ് പ്രിസൺ എസ്കേപ്പിലും ഉണ്ട് ഈ സ്ഥലം. ചത്തി. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടല്ലടാ, പുറയിലോട്ട്. ഞാനെന്തോ പൊട്ടനാ, അതിലെ കൂടെ കയറിക്കൊണ്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നു. എന്തൊരു കൺട്രോൾ കിട്ടുന്ന തിരിച്ച് നമ്മളൊരു കൺട്രോൾ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇത്. ഇങ്ങോട്ടല്ലേ നമുക്ക് പോകേണ്ടത്, നേരെ അങ്ങ് പോകാം. ഇല്ല അവിടെ ചാട്ടം ഉണ്ടായിരുന്നു, ഞാൻ ഇതിങ്ങനെ എല്ലാം ഒരു ഡിസൈൻ ആയതുകൊണ്ട് ചാട്ടം കാണുന്നില്ല. അതുകൊണ്ട് ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു നല്ല സ്പീഡിലാണ് ഗൈസ് ആ കല്ല് വരുന്നത്. മറ്റേ ഗെയിം പോലെ ഏകദേശം, പക്ഷേ ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഉള്ളു, ഇച്ചിരി മാറ്റങ്ങൾ. അപ്പം അതുകൊണ്ട് ഒരു കല്ലും പോയി അപ്പുറത്തോട്ട് വരുന്നുണ്ട് കേറാ പൊട്ടാ. യെസ് ഗൈസ്, അത് പോയി. പെട്ടെന്ന് ഇറങ്ങാം. പോടാ ഓറ മോനെ. ഈ ചെറുക്കന് സ്പീഡില്ല ഗൈസ്. ഓറ കേറാ. ചെറുക്ക ഇച്ചിരി സീനാ. ഇത് മറ്റേ സ്ഥലം. ഫസ്റ്റ് നമുക്ക് പോയി ഡോർ തുറക്കണം. അങ്ങോട്ട് നമുക്ക് നേരെ പോവാം. മറ്റേ ആൾ പുറകെ വരുന്നുണ്ട്, തുറക്ക്. പിടിച്ച് ലാസ്റ്റ് ട്രൈ ഒന്നുകൂടെ. എന്തായാലും നമുക്ക് ഡോറ് തുറന്നിരിക്കും.
എന്തായാലും ഈ ഡോറ് തുറന്നിരിക്കാണ്ട് കുഴപ്പമില്ല. നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോയേക്കാം. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് നമ്മൾ ഡോറ് തുറന്നല്ലോ. ചാടി 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 ചാടി. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ച് ഇതുപോലത്തെ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ കയറി വരുന്നതുകൊണ്ട് മനുഷ്യന് ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കും ഗൈസ്. ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കും. നിങ്ങൾ നോക്കിക്കോ, കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയിരിക്കും. ഇത് കംപ്ലീറ്റ് ആക്കും ഗൈസ്. ചാറാമോനെയാ. യെസ് 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 ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ നോക്കാൻ ചാടൻ കണ്ട 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 ഇങ്ങനെയൊക്കെ വരുന്നോണ്ടാണ് ഗൈസ്. ചാടി 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 ചാടി. അപ്പോൾ അവിടുന്ന് ചാടിക്കോ. യെസ് ഗൈസ്, ചാടിക്കോ. യെസ് ഗൈസ്, ഞാൻ കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയിരിക്കും ഗൈസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞ അത് ചെയ്തിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകണമെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ എനിക്കെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുന്നു. അപ്പം ഞാൻ മറ്റേ പാരീസ് പ്രിസൺ എസ്കേപ്പ് കളിച്ചപ്പം അതിനകത്തും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഊഹം വെച്ചാണ്. അതുകൊണ്ട് അതിനകത്തും ഉണ്ട് കഫ്റ്റേരിയ. അതുകൊണ്ട് ബാക്കി ഇപ്പം അതുകൊണ്ട് ഈ സാധനമൊക്കെ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമുക്ക് സ്പീഡ് ബൂസ്റ്റർ എടുത്ത് കുടിക്കാം. എൻ്റെ മോനെ നല്ല സ്പീഡ്. ഇവിടെ ഇച്ചിരി എനിക്ക് പാടാം, നോക്കട്ടെ. ഞാൻ അന്നൊക്കെ പാരീസ് പ്രിസൺ എസ്കേപ്പ് കളിച്ചപ്പം കുറേ ഒരു 100 പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഞാൻ ചെയ്ത് കാണും. ഇതൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അത് നോക്കാം, അത് അന്ന് അത്രയും കളിച്ചുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിന് കളിക്കുന്നതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഇതൊക്കെ പാരീസ് നമ്മൾ കളിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മാറ്റങ്ങളുണ്ട് അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇതും ചത്തി. അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെ പോയേക്കാം ഗൈസ്. പോ ചാട്. മഞ്ഞ ലൈനാകുമ്പോൾ ചാടണം ഗൈസ്. ചാടിക്കോ. യെസ് ഗൈസ്, പവർ വരട്ടെ. പണം പോട്ടെ, പവർ വരട്ടെ. അപ്പോൾ നമുക്ക് ഗ്രീൻ ഏണി ഇരിപ്പുണ്ട്, അതിനകത്തൊന്ന് കയറാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്തോ ചെയ്യണം? എന്ത് സാധനം? സ്റ്റോറേജ് റൂം. അത് പിന്നെ നോക്കാം. ഫസ്റ്റ് അവിടെ പോയി ഫൈൻഡ് എ ലാഡറാന്ന് തോന്നുന്നു. പാരീസിനകത്തും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫൈൻഡ് എ ലാഡറാന്ന് തോന്നുന്നത് ഗൈസ്. നോക്കട്ടെ, നമുക്ക് നോക്കാം ഫൈൻഡ് എ ലാഡർ ആണോ. യെസ് ഗൈസ്, ഫൈൻഡ് എ ലാഡർ. മോളി വെൻ്റ് ഉണ്ടോ നോക്കാം. യെസ് ഗൈസ്, മോളി വെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് റൂമിലോട്ട് അങ്ങ് പോയേക്കാം. മറ്റേ സ്വിച്ച് ഉണ്ടെന്ന് നോക്കട്ടെ. സ്റ്റോറേജ് റൂമിൽ പോയി സ്വിച്ച് ഉണ്ട്. സ്റ്റോറേജ് റൂമിൽ സൈഡിലും കണ്ട. യെസ് ഗൈസ്, തുറന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഏണി എടുത്തിട്ടുണ്ട് നമ്മൾ ഗൈസ്. നമുക്ക് അങ്ങോട്ടങ്ങ് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓർഡറാ മോനെ, ഒന്ന് സ്പീഡി ഓർഡറാ. പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണ്ടേ. അവിടെ കൊണ്ടുവച്ച് അങ്ങോട്ട് കയറാം. നമുക്ക് കയറിയേക്കാം. യെസ് ഗൈസ്, കയറാ മോനെ, മേളിൽ കയറാ മോനെ, മേളിൽ കയറാ. അത്രേ ഉള്ളറാ മോനെ. യെസ് ഗൈസ്, നമുക്ക് ഒരു ഫാൻ പോലെ വന്നിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം ഗൈസ്. ഈ ഫാൻ പോലത്തെ അതിനകത്തുനിന്ന് ഞാനത് പോട്ടെ. ഇതൊന്ന് അങ്ങോട്ടോ ആയാൽ പോയി ഗൈസ്. പിന്നെ എവിടം തൊട്ട് കംപ്ലീറ്റ് ആക്കണം. ഇറങ്ങ്. യെസ് ഗൈസ്, ഒരു ഏണി ഉണ്ട്. ആ ഏണിന്ന് നമുക്കങ്ങ് കയറി അങ്ങ് പോയേക്കാം. ഓർറാ മോനെ, ഓർറാ. എന്തു സംഭവം? എന്തായാലും മുന്നോട്ടങ്ങ് പോവാം. സംഭവം എന്തോ ഇത്? നോക്കട്ടെ, മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ സംഭവം ഉണ്ടായത്. ചത്ത്. ഒന്നുകൂടെ നോക്കാം ഗൈസ്. ഇതിനകത്ത് മറ്റേ ഗെയിം ഇങ്ങനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യെസ് ഗൈസ്, കയറി. അത്രേ ഉള്ളു ഗൈസ്, അത്രേ ഉള്ളു.
ഇതെന്താണ് ഗൈസ്? ഒന്നുകൂടെ നോക്കാം. ഇതെന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കും ഗൈസ്. കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയിരിക്കും. എനിക്ക് വയ്യ ഗൈസ്. ലാസ്റ്റായിട്ട് ഒരെണ്ണം നമുക്ക് നോക്കാം. ഇതെന്താണ് ഗൈസ്? ഞാനെന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്? ഇതെനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ചാടി നോക്കാം. വേണ്ട, വീണ്ടും വന്നു. ഇതെന്താണ് ഗൈസ്? ഞാൻ കട്ട് ചെയ്യാതെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. ഞാനെന്ത് തേങ്ങയാണ് കാണിക്കുന്നത്? ഓ അങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടം വരെ എത്തി ഗൈസ്. ഇതെങ്കിലും പോവാതിരുന്നാൽ മതി. എനിക്ക് കാലിയെല്ലാം കൂടെ കയറുന്നു ഗൈസ്. ഈ സ്ഥലം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും. വാക്കാണ് ഗൈസ്. എന്താണ് ഗൈസ്? എനിക്ക് മാത്രമാണ് ഇങ്ങനെ? ഞാനെന്ത് തേങ്ങയാണ് ഗൈസ് ഈ കാണിക്കുന്നത്? എനിക്ക് കളിക്കാൻ അറിയത്തില്ലേ? ഞാൻ കംപ്ലീറ്റ് ചെയ്താണ് ഗൈസ് മറ്റേ ഗെയിം. ഇത്രയും കയറി 200 രൂപയാണ്. ഇത് ഇതാവല് ഗായ്സ്. ഇതാവല് ഗായ്സ്. ശ്രമിക്കണം. ചാറാ മോനെ. ഒന്നിരുതാ വന്നിട്ട് ചാടാം ഗൈസ്. ഒന്നുകൂടെ ബാക്ക് വന്നിട്ട് ഓടിച്ചാടാം. ചാറാ മോനെ. മോനെ, നീ എന്തീ കാണിക്കുന്നത്? എന്നാലും നീ ഇത്രയും കയറിയോണ്ട് ഞാൻ ക്ഷമിച്ച്. ഓട് ചാറാ മോനെ. നീ എന്തി കാണിക്കുന്നത്? പതുക്കെ നടക്കാവുന്നോണ്ട്. ഒരു കാര്യം മറന്നു ഗൈസ്, ഇവൻ്റെ കൺട്രോൾ എൻ്റെ ആണല്ലോ, അപ്പം ഞാനാ ചെയ്യണ്ടേ. അപ്പം നമുക്ക് ക്ലോസ് ദി വാൾവ്സ് ആണെന്നാണ് തോന്നുന്നത്. അല്ല, ഈ സാധനം എന്ത്? മറ്റേ ഗെയിം ഇതെന്തുവായിരുന്നു? ഇതെന്താണ് സാധനം? നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ക്ലോസ് ദി വാൾസ് വന്നിട്ടുണ്ട്. അല്ല, വലുതായിട്ട് കട്ട് വന്നിട്ടില്ല. നമ്മൾ ഇച്ചിരി നടക്കുന്ന സ്ഥലം ഇച്ചിരി കട്ട് ചെയ്ത്, ആ സ്ഥലം തന്നെ ഇത്ര കട്ടിയുള്ളൂ. ക്ലോസ് ദി വാൾസ് ആണ് ഗൈസ്. നമുക്ക് അത് ക്ലോസ് ദി വാൾസ് ഒരെണ്ണം അടയ്ക്കാം. ഒരെണ്ണം അടയ്ക്ക്. ഈ കൈ മറ്റേ സ്പ്രിങ് ഇരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് സ്പ്രിങ് മാറ്റട്ടെ. സ്പ്രിങ്ങേ പോ. ഇതെല്ലാം കൂടെ എനിക്ക് ഓഡിയോ തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ്, ഇതെല്ലാം കൂടെ ലെങ്ത് ഒരു 26-27 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഓഡിയോ ഇടാതെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടു. അപ്പോൾ ഗൈസ്, ഞാൻ നോക്കട്ടെ. എനിക്കെല്ലാം കൂടെ ഓഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കുക.
അപ്പോൾ ഗൈസ് നമ്മൾ റോബോട്ടുമായിട്ട് ഫൈറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അയാൾ കൊണ്ട് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഇന്ന് എന്തായാലും ചാവും എന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് അയാളെ കൊല്ലണം. അതാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. അതുകൊണ്ട് നമ്മുടെ മോളിൽ നിൽപ്പുണ്ട്. നമുക്ക് കൊല്ലാം രീതി നിൽക്കാം. അയാളുകൊണ്ട് ടീച്ചറും വെച്ച് റോബോട്ടിനെ നമ്മളിപ്പോൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റെഡ് ഒരു വെടി കൂടെ തന്നെ ഇപ്പോൾ ഒരു സാധനം പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ കണ്ടോ ഗൈസ്. അപ്പോൾ ഇത്ര നേരം ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം തലയടിച്ചങ്ങ് പൊട്ടിക്കാം ഗൈസ്. ഇപ്പോൾ ഒരു സാധനം പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇപ്പോൾ ഒരു സാധനം പൊട്ടിത്തെറിക്കും. റെഡി 3, 2, 1. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പറഞ്ഞത്. ഇനി നമുക്ക് സ്കൂളിൽ നിന്ന് ഏകദേശം നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ആ സാധനത്തിൽ കയറി നമുക്ക് അവിടെ എനിക്ക് നോക്കട്ടെ. നമ്മുടെ സ്വാറ്റ് കാർ എന്നും പറഞ്ഞിട്ട് സ്വാറ്റ് എന്ന് എഴുതിയൊരു കാർ കിടപ്പുണ്ട്. നമ്മുടെ ടീച്ചറിൻ്റെ ആണെന്നാണ് ഗൈസ് തോന്നുന്നത്. ഇതെനിക്ക് സ്വന്തം. അപ്പം നമുക്ക് ഇവിടെ കൊണ്ട് നമ്മുടെ കാർ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അങ്ങോട്ട് പോകാനാണ് ഗൈസ് പറയുന്നത്. അങ്ങോട്ട് തന്നെ അങ്ങ് പോയേക്കാം. അപ്പം നമുക്ക് നോക്കട്ടെ ഗൈസ്. അവിടെ ഒരു സാധനം ഉണ്ടെന്നാണ്. എന്താണ്ടൊക്കെ ഉണ്ട് ഇവിടെങ്ങാണ്ട്. ഒരു ഏണി നമ്മൾ കണ്ട്. അപ്പം ഏണിയുടെ അടുത്തോട്ട് നമുക്ക് അങ്ങ് പോയേക്കാം ഗൈസ്. ഏണിയുടെ അടുത്ത് തന്നെ നമ്മളങ്ങ് വന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ചാടാം. പറ്റിയില്ല. അപ്പം നമുക്ക് നേരെ ഒന്നുകൂടെ അങ്ങ് പോയേക്കാം. അപ്പം ചാടി യെസ് ഗൈസ്. ഒന്നുകൂടെ യെസ് ഗൈസ്. ഞാനെന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാടാം. യെസ് ഗൈസ്, ഒരു ഏണിയുണ്ട്. എനിക്ക് പറയാൻ വയ്യ, തൊണ്ടയെല്ലാം പോയി. അപ്പം നമുക്ക് നേരെ പോവുക, ഹെലികോപ്റ്റർ എടുക്കുക, രക്ഷപ്പെടുക. നമുക്ക് ബാഡ്ജൊക്കെ കിട്ടുക ഗൈസ്. ഇഹാൻ്റെ ബാഡ്ജ് അവാർഡഡ്. ഇഹാൻ എൻ്റർടൈൻമെൻറ്റ് 1, 2, 3. യെസ് ഗൈസ്, യെസ്. പണം പോട്ടെ പവർ വരട്ടെ. അപ്പം നമ്മളിത് കംപ്ലീറ്റ് ഒക്കെ തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഹെലികോപ്റ്റർ എടുത്ത് നമ്മൾ മിക്കവാറും യെസ് ഗൈസ്, നമുക്കിനി സാറിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലേ. എന്താ സാറേ എല്ലാം പറയാനുണ്ടോ. നമ്മളാണ് ഈ പ്രിസൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. സാറൊന്നും നമ്മളെ ഒന്നും ചെയ്യത്തില്ല ഗൈസ്. എന്താ സാറേ സാറൊന്നും നമ്മളൊന്നും ചെയ്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ ഗൈസ്.